നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് അനബെല്ല എന്ന ഡോളിനെ കുറിച്ച് അറിയാമോ? സിനിമകളിലൂടെ പ്രശസ്തയായ ഈ ഭയാനക കാഴ്ചയുടെ പിന്നിലെ സത്യം 1970-ലെ അമേരിക്കയിലെ ഒരു സാധാരണ റഗഡി ആൻഡ് ഡോളിൽ നിന്ന് തുടങ്ങിയതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം അനബെല്ല എന്ന ഡോളിനെ കുറിച്ച്. 1970-ൽ 28 വയസ്സുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഡോണയാണ് അനബെല്ല ഡോൾ സ്വന്തമാക്കുന്നത്. ഒരു സാധാരണ റഗഡി ആൻഡ് ഡോൾ ആയിരുന്നു അതിന്റെ രൂപം. ചിരിച്ച മുഖം, പച്ചത്തല, ചുവന്ന വള. പാവയ്ക്ക് സ്വയം ചലിക്കാൻ കഴിയുമെന്നും ക്ഷുദ്രകരവും ഭയപ്പെടുത്തുന്നതുമായ പെരുമാറ്റം പ്രകടിപ്പിച്ചുവെന്നും അലമാരിയിൽ വെച്ചത് കിടക്കയിൽ ഉണ്ടാകുന്നുവെന്നും ഹെൽപ്പസ് എന്ന കുറിപ്പുകൾ ലഭിച്ചതായും ചോരയുടെ കറകൾ കണ്ടുവെന്നെല്ലാം അവർ അവകാശപ്പെട്ടു. പ്രേതബാധയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു റഗഡി ആൻഡ് പാവയാണ് അനബെല്ല. അനബെല്ല ഹിഗ്ഗീസ് എന്ന പെൺകുട്ടിയുടെ ആത്മാവ് തന്റെ പാവയെ കീഴടക്കിയതായി ഒരു മാനസിക മാധ്യമം വിദ്യാർത്ഥി നഴ്സിനോട് പറഞ്ഞതായി വാറൻസ് ദമ്പതികൾ പറഞ്ഞു. പാരാനോർമൽ അന്വേഷകരായ എഡ്, ലോറൻസ് വാറൻ എന്നിവരുടെ അഭിപ്രായത്തിൽ ആ പാവ അതിന്റെ ഉടമയെ ഭയപ്പെടുത്തി. അവർ കണ്ടെത്തിയത് ഇത് കുട്ടിയുടെ ആത്മാവല്ല, ഒരു ദുഷ്ടാത്മാവാണിത്. അതിന്റെ ലക്ഷ്യം മനുഷ്യരെ കൈവശപ്പെടുത്തലാണ്. പാവയ്ക്ക് പൈശാചിക ബാധയുണ്ടെന്ന് വാറൻസ് ദമ്പതികൾ അവകാശപ്പെടുകയും പിന്നീട് അത് കണക്ടിക്കട്ടിലെ മൺട്രോയിലുള്ള അവരുടെ വാറൻസ് ഒക്കൾട്ട് മ്യൂസിയത്തിലെ ഒരു പ്രദർശന പെട്ടിയിൽ പോസിറ്റീവ്ലി ഡു നോട്ട് ഓപ്പൺ എന്ന കുറിപ്പോടെ ഗ്ലാസ് കേസിൽ വയ്ക്കുന്നു. ഡോൾ അവരുടെ കാറിൽ എത്തിയപ്പോൾ ബ്രേക്ക് പ്രവർത്തിച്ചില്ല, സ്റ്റിയറിംഗ് നിയന്ത്രണം വിട്ടുപോയി, അപ്രതീക്ഷിത അപകടങ്ങൾ സംഭവിച്ചു എന്നെല്ലാം പറയുന്നു. 2019-ൽ സോണിക് ലംഘനങ്ങൾ കാരണം ഒക്കൾട്ട് മ്യൂസിയം അടച്ചുപൂട്ടി. 2025-ൽ വാറൻസിന്റെ എസ്റ്റേറ്റ് ഡെവിൾസ് ഓൺ ദി റൺ എന്ന ടൂറിന്റെ വൈറൽ മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ ഭാഗമായി പാവ അപ്രത്യക്ഷിതമായി എന്ന ഓൺലൈൻ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചു. ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ചിന്റെ ഡയറക്ടർ ടോണി സ്പ്രേ പറഞ്ഞു, പാവയെ ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്കും ഒരു ഹ്രസ്വ ടൂറിന് കൊണ്ടുപോയി. അതിനാൽ പാരാനോർമൽ പ്രേമികൾക്ക് യഥാർത്ഥ അനബെല്ലിനെ കാണാൻ കഴിയും. 2025 ജൂലൈയിൽ പാരാനോർമൽ ടൂറിൽ അനബെല്ലയെ ഉൾപ്പെടുത്തി. ഡെവിൾസ് ഓൺ ദി റൺ ടൂർ സംഘാടകനും അവതാരകനുമായ ഡാൻ റിവേറ ടൂറിന്റെ പ്രധാന പ്രൊമോട്ടറായിരുന്നു. കൂടാതെ ടിക്ടോക്കിൽ പാവയുടെ വീഡിയോകൾ നിർമ്മിച്ചു. പക്ഷേ ജൂലൈ 13, 2025-ൽ ഡാൻ റിവേരയെ ഗാറ്റ്സ്ബർഗ് എന്ന സ്ഥലത്തെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. ആ സമയത്ത് അനബെൽ ഡോൾ മുറിയിൽ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവികമാണെന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞുവെങ്കിലും പാരാനോർമൽ ലോകം അസ്വസ്ഥമായി ചിന്തിച്ചു. അദ്ദേഹം അനബെല്ലിനെ മാറ്റിക്കൊണ്ടുപോയതിനും അതിനുശേഷം മരിച്ചതും കേവലം യാദർച്ഛികമോ? സ്കെപ്റ്റിക്സ് പറയുന്നു, ഇത് ലോകത്ത് അപരിചിതമായ ഭയങ്ങളെയും മനുഷ്യന്റെ മനസ്സുകളിലുള്ള വ്യത്യാസങ്ങളെ ബാധിക്കുന്ന ഒരു മനഃശാസ്ത്ര പ്രഭാവമാണ്. പക്ഷെ പാരാനോർമൽ എന്തൂസിയാസ്റ്റ്മാർ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, പക്ഷെ മാനിക്കണം. അനബെല്ല ഒരു ഡോൾ മാത്രമാണ്, പക്ഷെ അത് അനുഭവിച്ചവരോട് ചോദിച്ചാൽ അവർക്ക് നെഞ്ചിൽ ഇപ്പോഴും ഒരു ഭയമുണ്ട്. വിശ്വാസമോ ശാസ്ത്രമോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.